ഹായ്, നമ്മുടെ ഐഡൻറ്റിറ്റി എന്താ? നമ്മുടെ പേര് അല്ലേ? അതുപോലെ വാഹനത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്? നമ്പർ പ്ലേറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റോഡിൽ ഒരുപാട് നമ്പർ പ്ലേറ്റ്, ഒരുപാട് കളറിൽ നമ്പർ പ്ലേറ്റ്, വെള്ള, പച്ച, മഞ്ഞ, ചുവപ്പ്. ഈ നമ്പർ പ്ലേറ്റുകളൊക്കെ നോക്കി ഏത് തരം വാഹനമാണെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഇന്ത്യയിൽ, കേരളത്തിൽ നമുക്ക് ഏകദേശം 10ഓളം കളറിലും അക്കത്തിലുമുള്ള നമ്പർ പ്ലേറ്റുകൾ കാണാം. ആദ്യമായിട്ട് വെള്ള പ്രതലത്തിൽ കറുത്ത അക്ഷരത്തിലുള്ളത് പ്രൈവറ്റ് വെഹിക്കിൾ. ഓക്കെ. രണ്ടാമതായിട്ട് മഞ്ഞ പ്രതലത്തിൽ കറുത്ത ലെറ്റേഴ്സ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, അതായത് ടാക്സി വെഹിക്കിൾ. ഓക്കെ. മൂന്നാമതായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ നമ്പർ പ്ലേറ്റുകൾ പച്ച പ്രതലത്തിൽ, അത് പച്ച പ്രതലത്തിൽ വെള്ള ലെറ്റേഴ്സ്, അതാകുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ്. ഓക്കെ. നാലാമതായിട്ട് പച്ച പ്രതലത്തിൽ മഞ്ഞ ലെറ്റേഴ്സ്, അത് നമ്മുടെ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, ടാക്സി വെഹിക്കിൾസ്, ഇലക്ട്രിക്സ്. ഓക്കെ. അഞ്ചാമതായിട്ട് റെൻ്റൽ ടാക്സികൾ, കറുത്ത പ്രതലത്തിൽ മഞ്ഞ ലെറ്റേഴ്സ്, നമ്മൾ വാടകയ്ക്കെടുത്ത് ഓടുന്ന വാഹനങ്ങൾ, റെൻ്റൽ വാഹനങ്ങൾ. ഓക്കെ. ആറാമതായിട്ട് ടെമ്പററി രജിസ്ട്രേഷൻ, മഞ്ഞ പ്രതലത്തിൽ ചുവന്ന ലെറ്റേഴ്സ്, നമ്മൾ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ താൽക്കാലികമായി രജിസ്ട്രേഷൻ നടത്തി ഓടുന്ന വാഹനം, ടെമ്പററി രജിസ്ട്രേഷൻ. ഏഴാമതായിട്ട് ട്രേഡ് സർട്ടിഫിക്കറ്റുള്ള വാഹനങ്ങൾ, ചുവന്ന പ്രതലത്തിൽ വെളുത്ത ലെറ്റേഴ്സുള്ള നമ്പർ പ്ലേറ്റുകൾ, അതായത് നമ്മൾ ഡീലേഴ്സ്, വാഹനത്തിൻ്റെ ഡീലേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ട്രേഡ് സർട്ടിഫിക്കറ്റ് വെച്ച് രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾ. എട്ടാമതായിട്ട് കോൺസുലേറ്റ് ഡിപ്ലോമാറ്റിക് വാഹനങ്ങൾ, നീല പ്രതലത്തിൽ വെളുത്ത അക്ഷരങ്ങളുള്ള നമ്പർ പ്ലേറ്റുകൾ. ഒമ്പതാമതായിട്ട് നമ്മുടെ ഡിഫൻസീവ് ഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ, പ്രതിരോധ സേനയിലെ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ. ആ നമ്പർ പ്ലേറ്റുകളിൽ ഒരു മുകളിലോട്ട് ഒരു ഏരോ മാർക്ക് ഉണ്ടാവും. അങ്ങനത്തെ നമ്പർ പ്ലേറ്റുകൾ ആണ് അത്തരം വാഹനങ്ങൾ. പത്താമതായിട്ട് ചുവന്ന പ്രതലത്തിൽ അശോക സ്തംഭം, ഇന്ത്യൻ പ്രസിഡന്റ്, കേരള ഗവർണർ, എല്ലാ ഗവർണർമാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനം. പ്രോപ്പറായ സൈസിലും ലെങ്ത്തിലുമുള്ള നമ്പർ പ്ലേറ്റുകൾ വാഹനങ്ങളിൽ സെറ്റ് ചെയ്യേണ്ടതാണ്. 65 mm ഹൈറ്റും 10 mm തിക്നെസ്സുമുള്ള നമ്പർ പ്ലേറ്റുകളാണ് നമ്മുടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയ നമ്പർ പ്ലേറ്റുകൾ. ഈ നമ്പർ പ്ലേറ്റുകൾ ശരിയായി കാണത്തക്ക വിധം വണ്ടിയിൽ പ്രൊജക്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ 500 രൂപ മുതൽ 10,000 രൂപ വരെ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഫൈൻ ഈടാക്കുന്നതാണ്. ഈ നമ്പർ പ്ലേറ്റുകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫോമുണ്ട്. ആ രീതിയിൽ നമ്മൾ അത് സെറ്റ് ചെയ്യണം. നിയമം നമ്മൾ അറിയണം, പഠിക്കണം. അതനുസരിച്ച് വാഹനം നിരത്തിലിറക്കണം. പോലീസ് പിടിക്കുമ്പോൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു സാറേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് വണ്ടി നമ്മൾ നിരത്തിൽ ഓടിക്കണം. ഓക്കെ.